ഹലോ ഫ്രണ്ട്സ്, ഇന്നാണെങ്കിൽ കുറേ ഇഞ്ചി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ എല്ലാം കിളിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് കൊണ്ടുപോയി അമ്മ അവിടെ പന വെട്ടുവാണ്. പന വെട്ടിയിട്ട് അതിനകത്ത് നടാനാണ്. നമുക്ക് ഇത്ര ഇഞ്ചി ഉണ്ട് നടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ പന പോലെ എടുത്തിട്ടിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഇഞ്ചി നടും. ആദ്യമേ അമ്മ വെച്ച് ഇഞ്ചി കേട്ടാ. ദൈവമേ, നല്ല ഇഞ്ചികൾ കിളിച്ച് വരണേ. ഇവിടെ കുറച്ച് മാവല കിടപ്പുണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ മേലിൽ കൊണ്ടിടണം. തൂത്ത് ഇത് കൊണ്ടുപോയിട്ട് അതിൻ്റെ മേളിൽ നട്ടതിൻ്റെ മേളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ അത് വളം. കരിയില ഇപ്പം ഒരുവിധം കൊണ്ടിട്ട് ഇനി ഓലയും കൂടെ അതിൻ്റെ മേളിൽ കൊണ്ടിടണം. അപ്പോൾ ഓല അതിൽ കൊണ്ടിടാൻ പോവാണേ. അമ്മ 2-3 ഓല കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിനി ഇതിൻ്റെ മേളിൽ ഓല കിട്ടാത്ത ഭാഗത്തേക്ക് ഓല വെച്ച് കൊടുക്കാം. ഇതാണെങ്കിൽ ഇങ്ങനത്തെ ഓലയാണ്, ഈ പച്ച ഓലയല്ല. ഇത് ഉണങ്ങി വെള്ളമൊക്കെ വീണ് ഇങ്ങനെ ഇരിക്കുന്ന ഓലയാണ്. അപ്പോൾ അത് ഭയങ്കര വളമായി. അപ്പോൾ ഓലയും കരിയിലൊക്കെ ഇട്ട് കൊടുത്ത് ഇനി ചാമ്പൽ ഏതാണ്ടൊക്കെ ഇടണം. അതിനിപ്പോൾ ചാമ്പൽ എടുത്തിട്ട് വരണം. ഇവിടെ ആണെങ്കിൽ കുറച്ച് ചീനിയൊക്കെ നട്ടിട്ടുണ്ട്. അതിനും ഇനി ചാമ്പൽ ഇട്ട് കൊടുക്കണം. കറ്റാർവാഴയ്ക്കൊന്നും പിന്നെ ചാമ്പലൊന്നും വേണ്ട, അതൊക്കെ അങ്ങ് വളർന്നോളൂ. ഇതിന് വഴുതന, ഇത് ഒരു പ്രാവശ്യം പിടിച്ച് എന്നിട്ട് അത് ഉണക്കായപ്പോൾ ഉണങ്ങിപ്പോയി. പിന്നെ കിളിച്ച് തന്നതാണ് ഈ ഒരു വഴുതനയെല്ലാം. ഇതിൽ പൂ പിടിച്ച് വരുന്നുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ ആകുമ്പോഴത്തേനും കായാവും. ഇതിലൊക്കെ പൂ പിടിക്കുന്നുണ്ട്. ഒരു വഴുതനയിലാണെങ്കിൽ കുറച്ച് കായൊക്കെ വന്നിട്ടുണ്ട്. 2-3 കായൊക്കെ വന്നിട്ടുണ്ട്. ദാണ്ട് ഇങ്ങനത്തെയാണ് വഴുതന, ആപ്പിൾ വഴുതന. ഇത് വെള്ള ഉണ്ട നിറത്തിലെ, വെള്ള നിറത്തിലെ ഉണ്ട സൈസ്. ഞാനെന്ത് പറഞ്ഞു, ഇങ്ങനത്തെയാണ്, ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മുടെ സീതപ്പഴമാണ്. പക്ഷേ ഇതിൽ എല്ലാം ഇങ്ങനെ കറുത്ത് പന്നക്കായായി പോവുക. ഒന്നും അങ്ങോട്ട് നേരെ കിട്ടുന്നില്ല. പിന്നെ അങ്ങൊക്കെ പിടിച്ചിട്ടുണ്ട്. എല്ലാം ഒന്നും നല്ലോണം കിട്ടത്തില്ല. മൊത്തം ഇങ്ങനെ കറുത്തിട്ട് പോകണം. ഇതാണെങ്കിൽ മുള്ളാത്ത, അത് കുഞ്ഞായിട്ട് പിടിച്ച് വരുന്നുണ്ട്. അത് കൊച്ചു പിടിച്ച് വരുന്നുണ്ട്. മേളിൽ വലിയ കായുണ്ട്. അമ്മേ, മേളിൽ വലിയ കാ പിടിച്ചിട്ടുണ്ട്, കാണൂല. ചെറിയ കായൊക്കെ പിടിച്ച് വരും. പക്ഷെ പിടിച്ച് വരുമ്പോഴത്തേനും ഒക്കെ ഇങ്ങനെ പന്നലായി പോവും. മഴ പെയ്യുന്നതുകൊണ്ടാണോ എന്തോന്നറിയാൻ വയ്യ. ആദ്യമൊക്കെ കിട്ടുമായിരുന്നു, നല്ല ടേസ്റ്റായി ഈ സീതപ്പഴത്തിന്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു മുള്ളാത്ത വലുതായിട്ട് നിൽപ്പുണ്ട്, പക്ഷെ കാണൂല. അതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ട്. ഒരെണ്ണം അറന്നു പോയി, പിഞ്ച്. ഞങ്ങൾ താഴിട്ട് പോവാണ്. നമ്മളെ അവിടെ ഒരു മച്ചാൻ്റെ അയ്യോ ഇല്ലേ അമ്മേ? പിന്നെ ആരാ അത്? ഒരാൾ അവിടെ കണ്ടത്തിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് സാധനം നമുക്ക് മേടിക്കണം, പച്ചക്കറിയൊക്കെ മേടിക്കാനുണ്ട്. അപ്പോൾ അയാൾ വന്നിട്ടുണ്ടെന്ന് ഒരു ചേച്ചി ഞങ്ങളെ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഇനി അവിടേക്ക് മേടിക്കാൻ പോവാണ്. അപ്പോൾ ചേച്ചിക്ക് 2 മാങ്ങ പറിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ ആ ആളുടെ കണ്ടത്തിലോട്ട് പോവാണ് പച്ചക്കറി മേടിക്കുക. അവരവിടെ നട്ട് വളർത്തുന്നത്. അപ്പോൾ നല്ല ഫ്രഷ് സാധനം കിട്ടും. അപ്പോൾ നമ്മളത് പേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അവിടുത്തെ ഒരു ചേച്ചിയുണ്ട്. അപ്പോൾ ചേച്ചി നമ്മൾ വിളിച്ചിട്ട് പറഞ്ഞ് ആൾ വന്നിട്ടുണ്ട്, വേഗം ചെല്ലാൻ പറഞ്ഞു. അപ്പോൾ ഞാനും അമ്മയും കൂടെ അങ്ങോട്ട് പോവാണ്. ഒത്തിരി അങ്ങ് താഴെ പോകണം. താഴെ വയലാണ്. അപ്പോൾ അവിടെ നിന്നാണ് മേടിക്കുന്നത്. അവിടെ അവരുടെ വയലിൽ കൃഷി ചെയ്യുന്നത്. ആ കൂട്ടിൽ നമ്മുടെ സ്വന്തം ജൂലിയമ്മ കിടക്കണം. ഊലിപ്പന്നെ ടാറ്റാ. എന്തി നമ്മളെ വീട്ടിലെ ഒരു കുഞ്ഞു പൂച്ച ഇന്നാൾ കൊടുത്തായിരുന്നു. അപ്പോൾ അത് വന്നാ എന്തി എന്നിട്ട് കാണുന്നില്ലല്ലേ? എന്തിയേ അല്ല എന്തി ഇപ്പൊ? അതുകൊണ്ട് ഈ പോമ്മ ഇത്രയും വലുതൊന്നും ആയില്ല. നിനക്കെന്തോന്നാ ഇത്ര വലുതായില്ലേ? ഇതായിരുന്നു. ഇതല്ല, പോ. ഡേഞ്ചറാ ഇവിടെ ഇറങ്ങാനൊക്കെ പാടാ കേട്ടോ. മഴ പെയ്തപ്പോൾ ഒത്തിരിയും കൂടെ അങ്ങ് കണ്ണ് വഴിയായി. എന്ത് ചെയ്യാനാ? ഓ, തെന്നുമില്ലേ?
അപ്പോൾ ഈ വയലിലാണ് നമ്മൾ പച്ചക്കറി മേടിക്കാൻ വന്നത്. ഫുള്ള് മലയാണ്, താഴെ ഒരു ഫുള്ള് വയലാണ്. അപ്പോൾ അവിടെയാണ് കൃഷി ചെയ്യുന്നത്. നമ്മൾ അവിടെ നിന്ന് പച്ചക്കറി മേടിക്കും. ഇവിടെ ഇപ്പം മൊത്തം വാഴ കൃഷിയായിട്ട്. ഞാൻ കുറേ നാളായി ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ട്. കോളേജ് ഈ ചേച്ചിയാണ് നമ്മുടെ അടുത്ത് പറഞ്ഞത്. ഇനിയിപ്പം നമ്മൾ പോകുന്നത് ഇവിടെ വാഴേൻ്റെ കൂമ്പ് പിടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് പോവാണേ. ഇവിടെ ഫുള്ള് അങ്ങനെ മൊത്തം വാഴയാണ്, വാഴേൻ്റെ കൊലയും ഫുള്ള് കൃഷിയാണേ. ഇതിൻ്റെ ഈ ഒരു കണ്ടം ഫുള്ള് കൃഷിയാണ്. നമ്മളിപ്പോൾ ഇങ്ങോട്ട് മെയിനായിട്ട് വന്നത് ഈ കൂമ്പെടുക്കാൻ വേണ്ടിയിട്ട്. അമ്മ തിരിച്ചു വരുമ്പോൾ ഇതെടുത്താൽ പോരെ? ഇവിടെ കോവലിൻ്റെ കൃഷിയുണ്ട്, പയറുണ്ട്, ചീരയുണ്ട്. അതൊക്കെ അങ്ങ് ഉള്ളിലോട്ടാണ് കേട്ടോ, അങ്ങ് പോകണം. ഇവിടെയൊക്കെ ആണെങ്കിൽ മെയിനായിട്ട് വാഴയാണ്, വാഴേൻ്റെ കൃഷിയാണ്. അങ്ങോട്ട് പോകണ്ടെന്ന് അമ്മ പറഞ്ഞ്. എന്നാലും നമുക്ക് ഇച്ചിരി അങ്ങോട്ട് എന്തോ നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ കൂമ്പ് പിടിച്ചൊടിച്ചിട്ടേക്കുക, കൊലയാവുന്നതിൻ്റെ കൂമ്പ് പിടിച്ചൊടിച്ചിട്ടേക്കുക കേട്ടോ. ഇവിടെ താഴെ കാണുന്നില്ലല്ലോ. ഇവിടെ വലിയൊരു മീനിൻ്റെ കുളമുണ്ട്. അതൊക്കെ എവിടെയാണെന്നറിയത്തില്ല, ഇവിടെ എവിടേക്കോ ഉണ്ട്. ഇനി അങ്ങോട്ട് പോയി അമ്മ എന്നെ വഴക്ക് പറയും. and അവിടാണ് ഈ ചീര കൃഷിയും കോവലിൻ്റെ കൃഷിയും പയറും ഒക്കെ ഉള്ളത് അങ്ങോട്ടാണേ. ഇതിൻ്റെ അകത്താ വേറെ കൃഷിയൊക്കെ കാണത്തില്ല. ഇവിടെ നേരത്തെ വേറെ കുറേ ഉണ്ടായിരുന്നു. ഈ പടവലയുണ്ടായിരുന്നു, പയർ, കുമ്പളങ്ങ ഒക്കെ ഉണ്ട് കേട്ടാ. ഇനി അവർ ആ മാമ പിടിച്ചുകൊണ്ട് വരും പയറും കോവലും ഒക്കെ. എത്രയെന്ന് വെച്ചാൽ നമ്മളിത് തൂക്കി മേടിക്കും. നമുക്ക് തിരിച്ചു പോവാം. എനിക്ക് പേടിയായി, ഫോൺ വെള്ളത്തിലെങ്ങാണ് വീണ തീർന്ന്. ഇതൊരു ഉണ്ടമുളകിൻ്റെ ചെടിയാണ്. അത് മാമിക്കൂടെ കൊടുക്കാം. 3 കൂമ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടാ. നിക്ക് ഞാനും വരുന്നു. ഇതിവിടെ വെക്കട്ടെ കവറ്. ഞാനിവിടെ അങ്ങോട്ട് വരും. ഞാൻ എല്ലാ വാഴയുടെയും കൂമ്പ് ഇങ്ങനെ ഒടിച്ചൊടിച്ചിട്ടേക്കാന്ന് തോന്നുന്നു. ഈ ഇങ്ങോട്ടും എല്ലാം കൂടുതൽ വാഴയാന്ന് തോന്നുന്നു. പിന്നെ അങ്ങ് അപ്പുറം ബാക്കിയുള്ളതെല്ലാം. ആൾ പറിക്കാൻ പോയിട്ടുണ്ട്. പറിച്ചിട്ട് വരുമ്പോൾ നമുക്ക് തരും. ഇത് ബ്ലാക്ക് ഇതാന്ന് തോന്നുന്നു, വഴുതനയാന്ന് തോന്നുന്നു. മറ്റേത് വെള്ളയും. ഇതൊന്നും കൊടുക്കുന്നില്ലായിരിക്കും, കാരണം കുറച്ചേ ഉള്ളൂ. മത്തങ്ങയാന്ന് തോന്നുന്നു, കായില്ല. മത്തൻ്റെ ചെടിയാന്ന് തോന്നുന്നു. വെള്ളമൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് ഈ വയലായോണ്ട്. ഇതെല്ലാം കത്തിരിക്കുക കേട്ടോ. ഇത് ഞാൻ കത്തിരിക്കുകയാണ്. ഇതൊരു വലിയ കത്തിരിക്കയാണ്. കുറച്ചുകൂടെ സന്ധ്യയാകുമ്പോൾ ഇവിടെ കാണാൻ അടിപൊളിയാണ്. അമ്മോ അമ്മോ നല്ലോണം കായ്ക്കുന്ന ഒരു തെങ്ങായിരുന്നു, കത്തിപ്പോയി. ഇവിടെ എന്തൊക്കെയോ നടക്കുകയാണ് രണ്ടുപേരും. എന്തൊക്കെയോ പറയുന്നു. അയ്യോ അവിടെ സാധനം എടുത്തിട്ട് അമ്മ ഞാനും കിട്ടി. എത്ര? 90. ഞാൻ പറയാം പോവാ. ഞാൻ പറയാം.
അപ്പം നമുക്ക് കൂമ്പും പയറും കോവയ്ക്ക് കിട്ടിയിട്ടുണ്ട്. കൂമ്പിന് പൈസയൊന്നും മേടിച്ചില്ല, ബാക്കി രണ്ടും പൈസ കൊടുക്കും. കൂമ്പ് വെറുതെ കളയുന്ന സാധനമില്ല. എന്തൊക്കെ കിട്ടി നമുക്ക്? എത്ര രൂപയായി? ഇതാ കൂമ്പിന് പൈസ എടുത്തില്ല, പയറിനും കോവയ്ക്കും കൂടെ 90. അതിന് ലാഭമില്ലേ? ഞാൻ കണ്ടില്ല, ഞങ്ങൾ വീട്ടിൽ ചെന്നിട്ടോ കടിക്കുമോ. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കയറിയപ്പോഴത്തേനും ഭയങ്കര മഴയായിരുന്നേ.